അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്ലസ് ടു ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ ഒന്നാം പാഠം അൽ ജന്നത്തു, ഇതാണ് പാഠത്തിൻ്റെ പേര്. ഈ പാഠത്തിലൂടെ അൽ ഇസ്തിഗാൽ എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇസ്തിഗാൽ എന്നും അതിൻ്റെ വിശദീകരണവും അതിൻ്റെ ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് നോക്കാം. പാഠഭാഗത്തിലേക്ക് കടക്കാം. അൽ ജന്നത്തു അഅദ്ദഹല്ലാഹു ലിൽ മുഅ്മിനീന, സ്വർഗം അതിനെ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നു. അഅദ്ദല്ലാഹു ഫിഹ മാ ലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമീഅത്ത് വലാ ഖതറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരാളുടെയും ഹൃദയത്തിൽ ഉദിക്കാത്തതുമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. ഖാല തആല ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. അള്ളാഹു പറയുന്നു, ആഹ്ലാദജനകമായ എന്തൊക്കെയാണ് രഹസ്യമായി അവർക്കവിടെ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് ഒരാൾക്കും അറിയില്ല. ഈ പാഠത്തിൽ അൽ ജന്നത്തു അഅദ്ദഹല്ലാഹു എന്നതിൽ കളറിൽ നൽകപ്പെട്ട പദമാണ് അൽ ജന്ന. അതിൻ്റെ ആമിൽ പിന്തിയാണ് വന്നിട്ടുള്ളത്. അത് അഅദ്ദ എന്നാണ്. അഅദ്ദ എന്ന ആമിൽ ഇവിടെ അൽ ജന്നത്തു എന്നതിൽ അമൽ ചെയ്യാതെ അഅദ്ദയിലുള്ള ലമീറുമായി ജോലി ചെയ്തിരിക്കുകയാണ്. അഅദ്ദഹ എന്നതിലെ ഹായാണ് ലമീർ അഥവാ സർവനാമം. ഇങ്ങനെയാകുമ്പോൾ ആദ്യം വന്ന ഇസ്മിന് മുബ്തദ എന്ന നിലയിൽ റഫ് അനുവദനീയമാണ്. അതിൻ്റെ ശേഷമുള്ള ജുംല ഖബറുമാണ്. നമുക്ക് ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇസ്മു മുന്തുകയും അതിൻ്റെ ആമിൽ പിന്തുകയും ആ ആമിൽ മുന്തിയ ഇസ്മിൽ അമൽ ചെയ്യാതെ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്യുന്നതിനാണ് ഇസ്തിഗാൽ എന്ന് പറയുന്നത്. ഒരു ഇസ്മു മുന്തുകയും അതിൻ്റെ ആമിൽ പിന്തുകയും ആ ആമിൽ മുന്തിയ ഇസ്മിൽ അമൽ ചെയ്യാതെ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്യുന്നതിനാണ് ഇസ്തിഗാൽ എന്ന് പറയുന്നത്. മുന്തിയ ഇസ്മിന് മുബ്തദ എന്ന നിലയിൽ റഫ് അനുവദനീയമാണ്. അപ്പോൾ ശേഷമുള്ള ജുംലിയായി ഖബർ വരുന്നതാണ്. മുന്തിയ ഇസ്മിന് മഫൂൽ എന്ന നിലയിൽ നസ്ബും അനുവദനീയമാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. സൈദുൻ റഅയ്തുഹു, സൈദുൻ മറർതു ബിഹി. ഇവിടെ സൈദുൻ എന്നുള്ളതിന് റഫാണ് നൽകിയിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന ഇസ്മിന് ചില സ്ഥലങ്ങളിൽ നസ്ബ് നല്ലതാണ്. അതിൻ്റെ ചില രൂപങ്ങൾ നമുക്ക് നോക്കാം. പിന്തിയ ഫീലുകളിൽ അംറ്, നഹി, ദുആ ആയി വരിക. ഇങ്ങനെ വന്നാൽ അവിടെ നസ്ബ് നല്ലതാണ്. രണ്ടാമത്തെ രൂപം, പിന്തി വരുന്ന ഫിഅലായ ജുംലയോട് മുൻകടന്ന അത്ഫിനോട് ഇസ്മിൽ അന്വരിക്കൽ. ഉദാഹരണം നമുക്ക് നോക്കാം. ഖാമ സൈദുൻ വ അംറൻ അക്രംതുഹു. ഇവിടെ വ അംറൻ എന്നുള്ളതിന് നസ്ബാണ് നൽകിയിട്ടുള്ളത്. നസ്ബാണ് ഏറ്റവും നല്ലത്. സാധാരണ ഫിയലിൽ പ്രവേശിക്കുന്ന അദാത്ത് ഇസ്മിൻ്റെ മുമ്പ് വരൽ, എന്നാലും നസ്ബ് നല്ലതാണ്. അസൈദൻ ലറബ്തഹു, മാ സൈദൻ റഅയ്തുഹു. ഇവിടെ സൈദൻ എന്നുള്ളതിന് നസ്ബാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ അദാത്ത് വന്നതുകൊണ്ടാണ് നസ്ബ് ഏറ്റവും നല്ലത്. ഇനി ചില സ്ഥലങ്ങളിൽ റഫ്ഉം നസ്ബും നിർബന്ധമായി വരുന്ന അവസ്ഥയുണ്ട്. ഒരു ഫിയലിൽ പ്രവേശിക്കുന്ന അദാത്ത് മുന്തി വന്നാൽ നസ്ബ് നിർബന്ധമാണ്. ഒരു ഫിയലിൽ പ്രവേശിക്കുന്ന അദാത്ത് മുന്തി വന്നാൽ നസ്ബ് നിർബന്ധമാണ്. ഉദാഹരണം നോക്കാം. ഇൻ സൈദൻ റഅയ്തുഹു ഫഅക്രിംഹു. ഇവിടെ സൈദൻ എന്നുള്ളതിന് നസ്ബ് നിർബന്ധമാണ്. കാരണം ഫിയലിൽ പ്രവേശിക്കുന്ന അദാത്ത് മുന്തി വന്നു എന്നുള്ളതാണ് കാരണം. ഇനി ഒരു മുബ്തദയിൽ മാത്രം പ്രവേശിക്കുന്ന അദാത്ത് അഥവാ പെട്ടെന്ന് എന്ന അർത്ഥമുള്ള ഇത പോലെയുള്ള അദാത്ത് ആദ്യം വന്നാൽ റഫ് നിർബന്ധമാണ്. നമുക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. ലാബിത്തുൽ ഇസ്തിഗാലി മാ ഹുവ? ലാബിത്തുൽ ഇസ്തിഗാലി അൻ യതഖദ്ദമ ഇസ്മുൻ വതഅഖറ അൻഹു ആമിലുൻ ശഗല അനിൽ ആമിലി ഫീഹി ബിൽ അമലി ഫീ ളമീരിഹി ഔ മിലാബിസിഹി. ലാബിത്തുൽ ഇസ്തിഗാലി അൻ യതഖദ്ദമ ഇസ്മുൻ വതഅഖറ അൻഹു ആമിലുൻ ശഗല അനിൽ ആമിലി ഫീഹി ബിൽ അമലി ഫീ ളമീരിഹി ഔ മുലാബിസിഹി. റഫുൽ ഇസ്മിൽ മുതഖദ്ദിമി അലാമ റഫ്ഉഹു അലാ അന്നഹു മുബ്തദഉൻ.
നസ്ബുൽ ഇസ്മിൽ മുതഖദ്ദിമി അലാമ നസ്ബുഹു അല അന്നഹു മഫ്ഊലു ആമിലിൻ മഹ്ദൂഫിൻ. യജിബു നസ്ബുൽ മുതഖദ്ദിമി മത ഇദാ തഖദ്ദമ അലൽ ഇസ്മി അദാത്തുൻ ഖാസത്തുൻ ബിൽ ഫിഅലി യജിബു നസ്ബു. യജിബു റഫുൽ മുതഖദ്ദിമി മത ഇദാ തഖദ്ദമ അലൽ ഇസ്മി അദാത്തുൻ ഖാസത്തുൻ ബിൽ ഇബ്തിദാഇ യജിബു റഫു. ബയ്യിൻ മസായിലി തർജീഹി നസ്ബ്. നസ്ബ് ഏറ്റവും നല്ലതാകുന്ന ചില വശങ്ങൾ നമുക്ക് വ്യക്തമാക്കാം. കൗനുൽ ഫിഅലിൽ മുതഅഖിരി അംറൻ ഔ നഹിയൻ ഔ ദുആൻ. പിന്തി വന്ന ഫിഅല് കൽപ്പനക്രിയ, നിരോധനക്രിയ, പ്രാർത്ഥനയുടെ അർത്ഥത്തിലുള്ളത് എന്നിവയാവൽ. കൗനുൽ ഇസ്മി മുഖ്തരിനൻ ബി ആത്തിഫിൻ മസ്ബൂഖിൻ ബി ജുംലത്തിൻ ഫിഅലിയ. ഫിഅലിയായ ജുംല ആദ്യം വരികയും പിന്നീട് അത്ഫിൻ്റെ അക്ഷരം വരികയും അതിനോട് ചേർന്ന് ഇസ്മു വരൽ. അൻ യതഖദ്ദമ അലൽ ഇസ്മി അദാത്തുൽ ഗാലിബി അലൈഹ അൻ തദ്ഖുല അലൽ അഫ്ആൽ. അൻ യതഖദ്ദമ അലൽ ഇസ്മി അദാത്തുൻ അൽ ഗാലിബു അലൈഹ അൻ തദ്ഖുല അലൽ അഫ്ആൽ. സാധാരണ ഫിഅലിൽ പ്രവേശിക്കുന്ന അദാത്തുകൾ ഇസ്മിൻ്റെ മുമ്പ് വരിക. നമുക്ക് ചില ഉദാഹരണങ്ങൾ ഉണ്ടാക്കാം. മാ യജിബു ഫീഹി റഫ്ഉ. റഫ് നിർബന്ധമായത് അതിനുള്ള ഒരു ഉദാഹരണം. ഖറജ്തു ഫഇദ നജീബുൻ യളിരിബുഹു ജലീലുൻ. ഇവിടെ റഫ് നിർബന്ധമായതിൻ്റെ ഉദാഹരണമാണ്. നജീബുൻ എന്നുള്ളതിന് അവിടെ റഫ് നിർബന്ധമാണ്. മാ യജിബു ഫീഹിൻ നസ്ബു. നസ്ബ് നിർബന്ധമായതിൻ്റെ ഉദാഹരണം. ഇൻ അഹ്മദ റഅയ്തഹു ഫഅക്രിംഹു. അഹ്മദ എന്നുള്ളതിന് ഇവിടെ നസ്ബ് നിർബന്ധമാണ്. മാ യുതറജ്ജഹു ഫീഹിൻ നസ്ബു. നസ്ബ് ഏറ്റവും നല്ലതാണ്, അതിനുള്ള ഉദാഹരണം. തമീമൻ ഉൻസുർഹു. ഖാലിദൻ ലാ തളിരിബുഹു. മുജീബൻ റഹിമഹുല്ല. ഇതൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമുക്ക് പൂരിപ്പിക്കാം. ഇൻ മുൽമറുസ്മിൻ സാബിഖിൻ ഫിഅലൻ ശഗൽ അൻഹു ബിനസ്ബിൻ ലഫ്ളിഹി ആവിൽ മഹൽ ഫസാബിഖൻ സിബ്ഹു ബിഫിഅലിൻ ഉദ്മിറ ഹതമൻ മുവാഫിഖിൻ ലിമാ ഖദ് ഉദ്ഹിറ.